എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ്. തൊണ്ട ഒട്ടും മേല, നല്ല പനിയൊക്കെയായിരുന്നു ഇന്നലെ. പക്ഷേ എന്നാലും നമ്മളിന്ന് ഒരു യാത്രയിലാണ്. ഇപ്പോൾ ട്രെയിനിലാണ് സിഡ്നിയിൽ നിന്നും വിയറ്റ്നാമിലേക്കുള്ള ഒരു യാത്ര. അപ്പോൾ നമ്മൾ വിയറ്റ്നാമിൻ്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ലാർജസ്റ്റ് പോപ്പുലേഷൻ, വിയറ്റ്നാമീസ് പോപ്പുലേഷൻ. ഓസ്ട്രേലിയയിലെ ഏറ്റവും കൂടുതൽ വിയറ്റ്നാമീസ് താമസിക്കുന്ന സ്ഥലമാണ് കബ്രമറ്റ. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. സംസാരിക്കണ കേൾക്കാൻ പറ്റുമെന്ന് പോലും അറിയില്ല. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ആക്ച്വലി. സ്ട്രീറ്റ് ഫുഡ്സ് കാര്യങ്ങൾ ഒരു വിയറ്റ്നാമീസ് സ്റ്റൈലിലാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ നമ്മൾ പോകുന്നതോറും നമ്മൾ കാണിച്ചു തരാം ഫുഡ് എന്തൊക്കെയാണ്. ഇവിടെ ഇത് സിഡ്നിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെ സൗത്ത് വെസ്റ്റേൺ സിഡ്നിയാണിത്. വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ വരാം. ഇഷ്ടം പോലെ ഫുഡുണ്ട്. നമ്മുടെ നാട്ടിലറിയില്ലേ പോലത്തെ ഫുഡുകളും ഇവിടെ കിട്ടും. എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഒത്തിരി കാണിക്കാനുണ്ട്. ഒരു എപ്പിസോഡിൽ കഴിയുമെന്ന് തോന്നണില്ല. ഇത് സവറി റൈസാന്ന് തോന്നുന്നു. ഇത് പീനട്ടും സോൾട്ടും വെച്ചിട്ട് കൂട്ടി കഴിക്കണതാണിത്. ഇത് കോക്കനട്ട് കേക്കാണ്. ഇത് കോക്കനട്ട് കേക്കാണ്. ജിഞ്ചർ, ഇത് ജിഞ്ചറാണ്. പീനട്ടൊക്കെ ഇട്ട സാധനമാണ്. ഷുഗറില്ല. 3 എണ്ണം $10. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാത്ത 3 എണ്ണം അവർ പറഞ്ഞത് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെന്തൊക്കെയാണ് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഒരെണ്ണം പറഞ്ഞു. അതിലെന്തോ ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തന്നെ ഫിഷിൻ്റെ എന്തെങ്കിലും സാധനമായിരിക്കും. പിന്നെ രണ്ടാമത് വാങ്ങിയത് ഒരു റൈസ്, സവറി റൈസ് എന്ന് പറഞ്ഞിട്ട് അത് പീനട്ടും സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ വാങ്ങിയത് ഒരു ഡെസേർട്ട് സ്റ്റൈൽ ഫുഡാണ്. ഒരു പീനട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ലതാണെന്ന് അവർ പറഞ്ഞവർ അത് എടുത്തെടുത്ത് തരുക. അപ്പോൾ അതും വാങ്ങി. അപ്പോൾ 3 എണ്ണം $10 കുഴപ്പമില്ല. ആക്ച്വലി ചീപ്പാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഇതെന്താ കോക്കനട്ട് അല്ലേ? കോക്കനട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നു. കോക്കനട്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആ മസാലയ്ക്ക് പ്രോൺസിൻ്റെ ഇതുണ്ടല്ലോ. പ്രോൺസ് ആണെന്ന് തോന്നുന്നത്. എനിക്കിഷ്ടം എന്താണെന്നറിയോ, അതെ പറഞ്ഞു. പ്രോൺസിൻ്റെ ഒരു ഉണക്കച്ചമ്മീൻ ചമ്മന്തിയുടെ ഒരു ടേസ്റ്റ് ഇതിനകത്തുണ്ട്. അതിൻ്റെ കൂടെയുള്ള മസാലയ്ക്കുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത്. ഇത് നോർമൽ റൈസ് തന്നെയാണ്. അതിനകത്ത് ചെറിയൊരു ഫ്ലേവർ ഉണ്ടെന്നുള്ളൂ. അതൊരു ക്രഞ്ചി സ്റ്റൈലുണ്ട്. അപ്പം പീനട്ട് ഇടുമ്പോൾ അതിനകത്ത് കിട്ടുന്നത്. ബാക്കി ഒരു റൈസിൻ്റെ ഒരു ഫ്ലേവർ, ഒരു സ്വീറ്റ് ഫ്ലേവർ അതിനകത്ത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതും ഈ സാധനം എന്തായിരിക്കും ചോദിച്ചാൽ അതെന്തോ ഇല പോലെ തോന്നുന്നത്. എനിക്ക് തോന്നണത് ഇവരുടെ മഷ്റൂം വല്ലതായിരിക്കും. നോർമലി എല്ലാത്തിലും മഷ്റൂം. ഡെസേർട്ട് ആണെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം. മഷ്റൂമാണ്, അവരുടെ മഷ്റൂമാണ്. കോക്കനട്ട് മിൽക്കിൽ ചെയ്തെടുത്തേക്കണ കോക്കനട്ട് ഫ്ലേക്സ് ഉണ്ട്. കോക്കനട്ട് ഇവിടെ തേങ്ങ ചിരണ്ടിയിട്ടുണ്ട്. പീനട്ടുണ്ട്. പിന്നെ മഷ്റൂം കട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നല്ല ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് ഒന്നുമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു ഡെസേർട്ട് കഴിക്കണം, നല്ലൊരു ഡെസേർട്ട് കഴിക്കണം ഫീലുണ്ട്. ബണ്ണുകൾ, വെറൈറ്റി ബണ്ണുകൾ, പ്രോൺ ബർഗർ, എന്ത് ഭംഗിയിൽ അവരത് റെഡിയാക്കി വെച്ചേക്കണം. നമുക്ക് വെറൈറ്റി ആയിട്ട് സോസേജ് ടൊമാറ്റോ, ഇത് പ്രോണ്. പിന്നെ മധുരത്തിൻ്റെ സെക്ഷൻ വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ ഇതാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മധുരം.
40 റൈസ് കേക്ക്സ്, അതായത് റൈസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇത് എള്ളുണ്ട പോലത്തെ, ഇത് എള്ളിട്ടിട്ട് റൈസ് വെച്ചിട്ട് ചെയ്തേക്കണ സാധനം. ഇതിപ്പോൾ നമ്മളിതാ വാങ്ങിയത്. ബ്രെഡ് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തിട്ട് അതിൽ പ്രോൺസ് വെച്ചിട്ടുള്ളൊരു സംഭവം. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് ഒരു ഉപ്പ് രസമുള്ളതാണ്. ഇത് കേക്ക്, നമ്മുടെ നാട്ടിലെ വെട്ട് കേക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇതാണ്. ഇത് നോക്കിയാൽ ഇത് നല്ല ടേസ്റ്റാണ്. ഈ സാധനത്തിന് നല്ല ടേസ്റ്റാണ്. ഒരു ഫ്ലഫി, നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. ഇത് ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ട്, ഇത് അമ്പഴങ്ങ ജ്യൂസ്. ഇത് കണ്ടോ, അവരുടെ എന്താ ഇത്, ഷുഗർ കെയിൻ വിത്ത് ടോഡ് ഫ്രൂട്ട്. ഷുഗർ കെയിനും അമ്പഴങ്ങയും കൂടെ ഉള്ളതാണ് ഇത്. ഇവരുടെ എന്തൊക്കെയോ വറുത്ത സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നത്. ഇതൊക്കെ മിക്കവാറും ഫിഷിൻ്റെ റിലേറ്റഡ് ഐറ്റംസ് ഇവരിവിടെ വിൽക്കുന്നത്. അവർക്ക് ഭയങ്കര ഫിഷിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. കണ്ടോ, എന്തൊക്കെയോ വറുത്ത് വെച്ചേക്കണുണ്ടോ. തരം ഇറച്ചികൾ വേണം നിങ്ങൾക്ക്. ഇത് ചിക്കനാണോ ഡക്കാണോ എന്താ തോന്നി കിടക്കണേന്ന് ആർക്കറിയാം. എന്തൊക്കെ തരം മീൻസുകളാ അവർ വിൽക്കുന്നത്. അതും അങ്ങനെ ഇത് കാടയാണോ, ഇത് ചിക്കൻ. ഇത് കഴുത്ത് നീണ്ട എന്തോ ഒരു സാധനമാണ്. അതെന്താണോ കഴുത്ത് നീണ്ട സാധനം? കഴുത്ത് നീണ്ടിട്ടില്ലേന്ന് നോക്കിയാൽ. എന്തൊക്കെ തരം ഡ്രസ്സുകൾ, ജാക്കറ്റ്, തണുപ്പ് തരുന്ന ഡ്രസ്സുകൾ, ഇന്നർ വെയേഴ്സ്. നിങ്ങൾ വലിയൊരു ടൂറിനൊക്കെ പോയ പോലെ തോന്നണം. ഞങ്ങൾ ഉള്ളിൽ കൂടെ ഒരു ടൂറിന് പോയി. ഇത് ടൂർ കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. ചാച്ച അവിടെ ചെന്നപ്പോഴേ ആ മീറ്റ് ഷോപ്പ് അല്ല, നമ്മൾ മീറ്റ് കിട്ടുന്ന സ്ഥലമില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ കാടേനെ കണ്ടു ഞാൻ. കാട ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, റോസ്റ്റ് ചെയ്ത ചിക്കൻ. കഴുത്ത് നീണ്ട ഒരു ജീവിയുടെ, അത് ഡക്കാണോ? അത്രയും കഴുത്ത് നീണ്ട ഡക്കിൻ്റെ. ഇത് വല്ലാണ്ട് നീണ്ടിരിക്കുന്നത്, ബോഡിയും വല്ലാണ്ട് നീണ്ട് അല്ലേ? നിങ്ങൾ പറ, അത് ഡക്കാണോ? എനിക്ക് തോന്നണില്ല. പക്ഷെ അവരോട് ചോദിക്കാൻ അവിടെ ബിസി ആയിരുന്നു, അതൊന്നും ഞാൻ ചോദിച്ചില്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ചോദിക്കാം, അത് ഡക്കാണോ? ഓസ്ട്രിച്ച് വലുത്, അതങ്ങനെയല്ല, കോഴിയുടെ അതിനേക്കാൾ കുറച്ചും കൂടെ വലുത്. പക്ഷെ കഴുത്ത് ഇങ്ങനെ വളഞ്ഞു നീണ്ടിരിക്കുക. പക്ഷെ ഇന്നത്തെ തിരക്ക് കുറവുണ്ടല്ലോ വെച്ചാ, ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ച് തിരക്ക് കുറവുണ്ട്. നടക്കാൻ പറ്റില്ല അപ്പോഴാണ്. ബിസിനസ് ഏരിയ പോലെ എന്തൊക്കെ തരം സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടും. അത്ര റേറ്റ് ഒന്നും കൊടുക്കണ്ട, നമ്മൾ സിറ്റിയിൽ പോയിട്ട് വാങ്ങണം, അത്രയും റേറ്റ് ഇവിടെ കൊടുക്കണ്ട. പക്ഷെ നല്ല വെറൈറ്റി സാധനങ്ങൾ കോമൺ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങുന്ന കടകളിൽ എല്ലാം ഒരുപോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും വെറൈറ്റി സാധനങ്ങൾ കിട്ടും. പിള്ളേർക്കുള്ള ഉടുപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എനിക്ക് വലിയവർക്കുള്ളതും ഉണ്ട് കേട്ടോ. നമ്മളൊന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, ഇതൊക്കെ ഞാൻ കുറച്ച് ഏരിയ കാണിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഒരു വലിയ വാസ്റ്റ് ഏരിയ ഇനി കിടക്കുന്നുണ്ട് കാണിക്കാനായിട്ട്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി കുഴപ്പമില്ല. ഞാൻ ഒരു പ്രാവശ്യം അപ്പൂസിന് ഇവിടുന്ന് ഷൂസും കോട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട്. ക്വാളിറ്റി കുഴപ്പമില്ല. എല്ലാത്തിൻ്റെയും ഒരുപോലെയാണോ എന്ന് അറിയില്ല എനിക്ക്. പക്ഷേ എന്താ പറയണേ, ചൈനീസ് പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ അത്രയും ഒരു ലോ ക്വാളിറ്റി ഒന്നും അല്ല. ഹാഫ് പ്രൈസിനൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു സുഷി ബ്രാൻഡാണ്, അതായത് ഒരു ഫ്രാഞ്ചൈസി പോലെയാണ്. ഇതുപോലെ ഓസ്ട്രേലിയയിൽ കുറേ ഫ്രാഞ്ചൈസീസ് ഉണ്ട്. ഇവരുടെ സുഷി നല്ല ടേസ്റ്റാണ്. റൈസൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയേക്കണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് റൈസ് ക്രാബ് മേളിൽ വെച്ചിട്ട്
ഒരു സീവീഡ് വെച്ചിട്ട് റോൾ ചെയ്ത സുഷി അത്. ഇതിൻ്റെ മേളിൽ മൈനൈസ് സ്പൈസി മൈനൈസ് സോസ് ഒഴിച്ചേക്കണം. മേളിൽ എന്തോ ഇട്ടിട്ടുണ്ടോ അതെന്തോ എനിക്കറിയില്ല. പിന്നെ ഇത് സെയിം അതുപോലെ തന്നെ ആ ക്രാബിന് പകരം ചെമ്മീൻ വെച്ചേക്കുക, ഫ്രൈഡ് ചെമ്മീൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ സുഷി റോള് ഇങ്ങനെ ഇരിക്കണേ. ഇത് എനിക്കിഷ്ടമുള്ളത് ട്യൂണയില്ലേ, ട്യൂണ മീനും അവക്കാഡോയും കൂടെ ഉള്ള സുഷി റോളാണ്. കണ്ടില്ല ഇത്രയും ചെറുതാന്ന് തോന്നിയാലും നല്ല നന്നായിട്ട് വിശപ്പ് മാറും. സ്റ്റഫ് ചെയ്ത് റൈസ് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണത് അത്. അപ്പൂസിന്റെ ഫേവറേറ്റ് ക്രാബും കൊണ്ട്. ഞാൻ ഇത്തിരി സോസ് ഒഴിക്കും ഇതിലോട്ട്. സോസ് ഒഴിച്ചിട്ട് എൻ്റെ ട്യൂണ ടേസ്റ്റ് ചെയ്യട്ടെ. അല്ല, സുഷി ഹബ്ബ് ഞാൻ റെക്കമെൻഡ് ചെയ്യും. നല്ല സുഷി ഹബ്ബാണ്. സുഷി ഹബ്ബിൻ്റെ ഫ്രഷാണ് ചെമ്മീൻ. എൻ്റെ വായിൽ വെള്ളം തന്നെ. നമുക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല ഇറക്കിയിട്ട്. ഇല്ല, നല്ലതാണ്. പക്ഷെ ക്രാബാണ് ഞാൻ റെക്കമെൻഡ് ചെയ്ത്. ചെറിയൊരു മധുരമുണ്ട്. ക്രാബ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനി എൻ്റെ ഫേവറേറ്റ് സുഷി കഴിക്കാൻ പോകുന്ന അതിൻ്റെ സൈഡൊന്ന് കാണിച്ചെന്ന് കണ്ട, അതിനകത്ത് ഫില്ലായിട്ടിരിക്കുക കണ്ടില്ലേ. കുക്കുംബറും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഇത് വൈറ്റ് റൈസാ. ഈ ട്യൂണൊക്കെ ബ്രൗൺ റൈസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അപ്പൂസിൻ്റെ ഞങ്ങൾ ഒരെണ്ണം വാങ്ങിയാൽ എല്ലാവരും ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ജസ്റ്റ് അപ്പൂസിൻ്റെ സ്പൈസി ചിക്കൻ കുക്കുംബർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അല്ല, ഈ സീവീഡിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് അപ്പൂസ് വാങ്ങിയ മാംഗോ മിക്സഡ് സ്ട്രോബെറി ഐസ്. അതിൻ്റെ അടിയിൽ കണ്ടില്ലേ, അതൊരു പേളെന്ന് അതിന് പറയണത്. ജെല്ലി പോലെ ഇരിക്കും, കടിക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് നല്ല ടേസ്റ്റ്. അതിങ്ങനെ കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ അപ്പൂസ് എപ്പോഴും ഇത് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബ്ലാക്ക് പേൾ ഓർഡർ ചെയ്യും.